ഹലോ ഗായ്സ്, എന്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോറി, പുതിയതല്ല, പഴയ ചാനലാണ്. എന്റെ അടിച്ചുപോയ ചാനലാണ്. 6 മാസം മുമ്പാണ് എന്റെ ചാനൽ വളരെ അൺഫോർച്ചുനേറ്റ്ലി അടിച്ചുപോയത്. ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന സമയത്ത് അതിന്റെ ലൈവ് ഞാൻ ഹോട്ട്സ്റ്റാറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധി ആ സമയത്ത് ഹോട്ട്സ്റ്റാറിന്റെ അതായത് തേർഡ് പാർട്ടിയാണ് ഹോട്ട്സ്റ്റാർ, ഒരു OTT പ്ലാറ്റ്ഫോമാണ്. അതിൽ നിന്ന് ലിറ്ററലി ഞാനത് കോപ്പി ചെയ്ത് ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു എന്താ പറയുക, ഒരു 1.5 മണിക്കൂർ ഞാൻ ലൈവ് പോയി. പക്ഷെ അവിടെ ഒന്നും ഇഷ്യൂ വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനത് അപ്ലോഡ് ചെയ്ത് നിന്നു. എന്റെ ബുദ്ധി നോക്കണേ. ആ സമയത്ത് ചാനൽ നല്ല രീതിക്ക് ഒരു വാർണിംഗ് പോലും, ഒരു കോപ്പിറൈറ്റ് ക്ലെയിമോ ഒന്നുമില്ലാണ്ട് ഡയറക്ട്ലി ചാനൽ ബും. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതൊന്നും അറിയാണ്ട് അവർക്ക് കയ്യബദ്ധം പറ്റിയതായിരിക്കും. സാധാരണ ഒരു വാണിംഗ് തന്നിട്ടല്ല ചാനലൊക്കെ പൂട്ടിക്കാറുള്ളൂ. 3 സ്ട്രൈക്ക് എന്തോ തന്നാലേ നമ്മുടെ ചാനൽ പൂട്ടിപ്പോളൂ. നമ്മൾ ആ തന്ന സ്ട്രൈക്കിനെ വകവെക്കാണ്ട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനൽ പൂട്ടിപ്പോവാ. അപ്പൊ അങ്ങനെയാണ് എന്റെ അറിവിലുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്ത് തേങ്ങയാന്ന്. ചാനൽ പൂട്ടിപ്പോയപ്പോ സമാധാനമായി. ഞാൻ 1 ഇയർ ആയിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലായിരുന്നത്. അങ്ങനെ അത് ഓൺ ദി സ്പോട്ട് തന്നെ പോയി. പിന്നെ അത് അപ്പീൽ ഞാൻ കൊടുത്തു. യൂട്യൂബ് സ്റ്റുഡിയോ വഴി അപ്പീൽ ചെയ്തു, മെയിൽ അയച്ച് അപ്പീൽ ചെയ്തു. പക്ഷെ ഇതുവരെ ചാനൽ കിട്ടിയില്ല. അപ്പൊ അവര് പറഞ്ഞു ഒരു 1 ഇയറിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ചാനൽ കിട്ടാൻ ഒരു സ്കോപ്പ് ഉണ്ട്. പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചാനൽ അടിച്ചു പോയവരെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് എനേബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് പുതിയ ചാനൽ തുടങ്ങാം. അതുവരെ നിങ്ങൾക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ചാനൽ വന്നാലും അത് അടിച്ചു പോവും. നമ്മൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും നമുക്ക് ചാനൽ കിട്ടില്ല എന്നുള്ളൊരു ഇത് എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഞാൻ ആ ആഗ്രഹം അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ജോബ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതും ഞാൻ ഞാൻ എന്താ പറയാ, സൈഡായിട്ട് ഇത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അപ്പൊ ഞാനത് ക്വിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു ആഗ്രഹം തോന്നി, ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ, വേറെ ഒരു IP അഡ്രസ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താലോ എനിക്ക് ഐഡിയ തോന്നി. അങ്ങനെ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു എന്താ പറയാ, ചാനൽ പൂട്ടിയതിന് ശേഷം ഒരു മന്തിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. വേറെ IP അഡ്രസ്സ്, വേറെ ഇമെയിൽ ID, വേറെ ആളുടെ ഫോൺ ഉപയോഗിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയത് അങ്ങനെ, പക്ഷെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്റെ മൊബൈലിൽ തന്നെയായിരുന്നു. അങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു 4 മാസം ആ ചാനൽ ഞാൻ ഓടിച്ചു. ഇനി ഞാനൊരു വീഡിയോ ഇട്ടപ്പോ, അല്ല ഷോർട്സ് ഇട്ടപ്പോ ആ ചാനലും ബാനായി. അത് പെട്ടെന്ന് ബാൻ. ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ബും, ഒരു ഡിറ്റക്ട് ചെയ്തു, ബാൻ. ആദ്യത്തെ എന്റെ വീഡിയോയിലെ ക്ലെയിം വരാൻ കാരണം, മീൻസ് കോപ്പിറൈറ്റ് വയലേഷൻ വരാൻ കാരണം കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് തേർഡ് പാർട്ടി എന്ന ആപ്പിൽ ഞാൻ ലൈവ് കാസ്റ്റ് ചെയ്തു. അവരുടെ ഹോട്ട്സ്റ്റാറിന്റെ ബാനർ അതൊക്കെ വന്നപ്പോ അത് ഡിറ്റക്ട് ആയപ്പോ അത് ചാനലിൽ പോയി. ഇന്നലത്തെ റീസൺ, അല്ലാതെ തൊട്ട് മുമ്പ് പോയ ചാനലിന്റെ റീസൺ ഒന്നുമില്ല. അപ്പൊ കഴിഞ്ഞ തവണത്തെ ചാനൽ അപ്പീൽ ചെയ്തപ്പോ ഞാൻ എന്റെ റീസൺസ് ഞാൻ തന്നെ ഒരുമാതിരി സറണ്ടർ ചെയ്ത പോലെ ഞാൻ എഴുതി കൊടുത്തു. ഇന്നതൊക്കെയാണ് കാരണങ്ങൾ, എന്തുകൊണ്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത തെറ്റ് ഇതാണ് എന്ന് തോന്നിയിട്ട് ഞാനൊരു അപ്പീൽ ചെയ്തപ്പോ അങ്ങനെയാണ് ഞാൻ അപ്പീൽ ചെയ്തത്. അപ്പൊ അതിലൊന്നും എനിക്ക് മെയിലൊന്നും വന്നില്ല. ഇന്നലത്തേതില് ഞാൻ 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 ഇങ്ങനെ ഇട്ടു, മെയിൽ അപ്പീലിന് ഒരു ഓപ്ഷൻ വന്നപ്പോ ഞാൻ ഇട്ടു, എനിക്കറിയില്ല, ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോ ചാനൽ പോയി. ഇത്ര ഞാൻ ചെയ്തുള്ളൂ. എറർ നിങ്ങളുടെ ഭാഗത്താണ് എറർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട്, അങ്ങനെയല്ല, ഞാനിങ്ങനെ നിങ്ങളുടെ കാരണം എനിക്കൊന്നും അറിയില്ല, ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇട്ടു, ഇത് അപ്പൊ തന്നെ ചാനലിൽ പോയി എന്നുള്ളൊരു രീതിയിൽ ഞാനത് മെയിൽ അയച്ചു. മെയിലല്ല, അപ്പീലിലെ ഒരു കോളം വരും. അപ്പൊ അതിൽ ഞാൻ എഴുതി കൊടുത്തു. അങ്ങനെ അത് 2 ഡേയ്സ് പിടിക്കും. എന്റെ രണ്ടാമത്തെ ചാനലിൽ തിരിച്ചു കിട്ടണം. 2 ഡേയ്സ് നമ്മൾ എന്താ റീസൺ എന്ന് അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ പറയുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെ ഞാന് 2 ദിവസം മുമ്പിട്ട, 2 ദിവസം മുമ്പ് ചാനൽ അടിച്ചു പോയത്. അങ്ങനെ ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇന്നലെ നൈറ്റ് നോക്കിയപ്പോ എന്റെ രണ്ടാമത്തെ ചാനലിന്റെ മെയില്, എന്റെ മനസ്സിൽ രണ്ടാമത്തെ ചാനലിന്റെ മെയില് വന്നിട്ട് ഇങ്ങനെ വന്നു. അതായത് ചാനൽ സസ്പെൻഷൻ ബാൻ റിമൂവൽ ആയി, അല്ല എന്താണ്, സസ്പെൻഷൻ റിമൂവൽ ആയി, നിങ്ങളുടെ ചാനൽ വാസ് അണ്ടർ സസ്പെൻഷൻ, ദാറ്റ് ഗോട്ട് റിമൂവ്ഡ് എന്നുള്ളതിൽ മെയിൽ എനിക്ക് വന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി. അപ്പൊ ഞാൻ ചോദിച്ചാൽ സെക്കൻഡ് ചാനൽ തിരിച്ചു കിട്ടി. അതിലാകെ എത്ര 160 സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉള്ളൂ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി. അപ്പൊ ഞാൻ ഓക്കെ, കിട്ടി. പക്ഷെ ആക്ച്വലി മെയിൽ വന്നത് എന്റെ ഫസ്റ്റ് ചാനൽ തിരിച്ചിട്ടെന്റെ മെയിലാണ് ആക്ച്വലി വന്നത്. അതെനിക്ക് കത്തിയില്ല. അക്കൗണ്ട്സ് കയറി നോക്കിയപ്പോ അത്ര കാലം എന്റെ ഫസ്റ്റ് ചാനലിന്റെ പേരിൽ ഈ ചാനലിൽ റിമൂവ്ഡ് എന്ന് കാണിച്ചിരുന്ന അക്കൗണ്ട്
2400 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ടു, വിസിബിൾ ആയി. ഇതെന്താ, ഞാൻ എന്നിട്ട് ഇങ്ങനെയൊക്കെ തലേക്ക് തിരുമ്പി, എന്തത് ഇതിങ്ങനെ, എനിക്ക് ലൈക്ക് അത് സർറിയൽ ആയിട്ടുള്ള മൊമെന്റ്, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ ചാനൽ ഇങ്ങനെ തിരിച്ചു കിടക്കാൻ ഇപ്പൊ പോയിട്ട് 1 ഇയർ ആയി. ചാനൽ നവംബറിലാണ് പോയത്. അപ്പൊ നവംബറിലാണ് തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ കിട്ടാം. ഇതിപ്പോ മെയ് 6 മന്ത്സ് കഴിഞ്ഞിട്ട് 6 മന്ത്സിലാണ് വന്നത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ കിട്ടാനൊരു വഴിയില്ലല്ലോ. അപ്പൊ അതാണ് എന്റെ സ്റ്റോറി. അപ്പൊ ആക്ച്വലി ഈ യൂട്യൂബ് ചെയ്യുന്നവര്, അത് മെയിൻ കരിയർ ആയിട്ട് കാണുന്നവര് ശരിക്കും നിങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറെ കാര്യങ്ങളുണ്ട്. അത് എന്ത് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരുപാടുണ്ട്. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്ത ചെറിയൊരു കാര്യം, നമ്മുടെ എന്തെങ്കിലും ഒരു സ്ക്രീനിൽ ഒരു കത്തി കണ്ടാൽ പോലും ഈ വലിയ ക്രിയേറ്റേഴ്സിന് പണി കിട്ടുന്നില്ല. സ്മോൾ ക്രിയേറ്റേഴ്സിനൊക്കെ മ്യൂസിക് നമ്മൾ ആഡ് ചെയ്താലും, അല്ലെങ്കിൽ അവരെ ജെന്യുവിൻ ആപ്പ് വഴി നമ്മൾ ആഡ് ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം, ഇപ്പൊ വേറെ ആളുടെ ഫോണിലെ ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു സ്ക്രീൻ നമ്മുടെ ഫോണിൽ കൂടെ നമ്മൾ കാണിച്ചാൽ പോലും അതൊരു തേർഡ് പാർട്ടി യൂസേജ് ആയിട്ടാണ് അവർ അതിനെ കാണുന്നത്. അപ്പോൾ കുറെ ക്രൈറ്റീരിയാസ് ഇതുപോലെ വരുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയാൽ മതി. ഇത് മെയിൻ കരിയർ ആയിട്ട് കാണുന്നവര്. അല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല, കാരണം ചാനൽ പോയാലും നിങ്ങൾ ഓക്കെ ആയിരിക്കും. അല്ലാത്തവർക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഇത് മോണിറ്റൈസേഷൻ ഉള്ളവർക്ക്. അപ്പൊ ഞാനിപ്പോ എന്റെ ചാനൽ പോയിട്ട് 6 മന്ത്സ് കഴിഞ്ഞപ്പോ ചാനൽ തിരിച്ചു കിട്ടിയത്. ഞാൻ ട്വിറ്റർ വഴി പോലും ഞാൻ അതിന് അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോഴാണ് ഞാൻ കണ്ടത് കുറെ യൂസേഴ്സ്, അതായത് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവര്, 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവര്, ഇവരുടെ ഒക്കെ ചാനൽസ് അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, മേ ബി ഇപ്പൊ AI ഇത് ഓവർടേക്ക് ചെയ്ത കാരണം ചിലപ്പോ അങ്ങനെ ആയിരിക്കും. കാരണം മാനുവൽ ഡിറ്റക്ഷൻ ഇല്ല. യൂസേഴ്സ് മാനുവലി, നമ്മുടെ മനുഷ്യന്മാരല്ല യൂട്യൂബ് ഇത് കറക്റ്റ് ചെയ്യുന്നത്. AI വന്ന് ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പൊ AIക്ക് അങ്ങനെ ഇന്ന് നമ്മുടെ പോലത്തെ മനുഷ്യന്മാര് കൊടുക്കുന്ന ഒരു മാനുഷിക പരിഗണന ഒന്നും AI കൊടുക്കുന്നില്ല. എന്താ AI കാണുന്ന ഒരു ചെറിയൊരു ഡിഫക്റ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരാണെങ്കിൽ അവര് കംപ്ലീറ്റ്ലി നമ്മുടെ ചാനൽ ഷട്ട് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്, ബാൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ അതായത് ഒരു പുതിയൊരു, അതായത് എന്താ പറയാ, ക്ലിയർ ചെയ്യാന്ന് അവർ പറഞ്ഞു തന്നു. കാരണം ഓൾറെഡി 2-3 മെയിൽ എനിക്ക് വരുമായിരുന്നു. യൂട്യൂബിന്റെ പോളിസീസ് ഇതാണ്, ഇതനുസരിച്ച് പോകാൻ പാടുള്ളൂ, ഇതൊന്നും വയലേറ്റ് ചെയ്യരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ എന്റെ ഫ്രണ്ട്സിന്റെ ഫോണിലോട്ടും ഇതുപോലെ മെയിൽസ് വരായിരുന്നു. അതായത് അവരൊരു ക്ലിയർ ആയിട്ട് ഒരു ഒരു ഭയങ്കര ക്ലെൻലിനെസ് കീപ്പ് ചെയ്യാണ് ഇപ്പോൾ. അതായത് അൺവാണ്ടഡ് ആയിട്ട് ഇപ്പൊ എന്താ പറയാ, ഒരു വീഡിയോ തന്നെ ആൾക്കാരുടെ റീച്ച്, ഒരു വീഡിയോക്ക് ഇപ്പൊ ഒരാൾക്ക് ഒരു 10K വ്യൂ കിട്ടിയെന്ന് വെച്ചു, അതന്നെ അവര് വീണ്ടും അവരുടെ ചാനൽ അപ്ലോഡ് ചെയ്യാണ്. എന്താ, വീണ്ടും അതിന് ബേസിൽ വ്യൂ കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ട്. സോ അങ്ങനത്തെ ചില സ്കാം പരിപാടികള്, അങ്ങനത്തെ യൂട്യൂബിന്റെ കണ്ടിൽ കാണുന്ന ഇത്തരം സ്കാം പരിപാടികള് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് AI വെച്ചാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ AIയിൽ കാണുന്ന നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്താൽ പോലും കട്ട് ഓഫ് ചെയ്യണം അവരുടെ ചാനൽ. സോ പണി കിട്ടുന്നുണ്ട്, സൂക്ഷിച്ചോ. ഞാൻ ജെനുവിൻലി വിചാരിച്ചത് എനിക്ക് എന്റെ ചാനൽ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒരു 6 മന്ത്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം കിട്ടി. ഞാൻ ലൈക്ക് അത് കട്ട് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ ഞാൻ ചെയ്യണ്ട, എന്തിനാ വെറുതെ. ഇപ്പോഴും ഞാൻ ഈ ചാനൽ തിരിച്ചു കിട്ടുകൊണ്ട് ഞാൻ ഹാപ്പിയല്ല. കാരണം ചെറിയ ക്രിയേറ്റേഴ്സിന് എപ്പോ വേണമെങ്കിലും ചാനൽ അടിച്ചു പോകും. വലിയവർക്കും ഉണ്ട്, പക്ഷെ എന്റെ അറിവിൽ അങ്ങനെ ആരും പോയിട്ടില്ല. കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു പണി, ഐ മീൻസ് എന്റെ അറിവിൽ അങ്ങനെ ആർക്കും ഉണ്ടായിട്ടില്ല. എനിക്ക് അറിയില്ല, ആരെയും പറയാത്താണോ. പക്ഷെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കുറെ പേര് ട്വീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ചാനൽ അങ്ങനെ പോയി, ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്തൊക്കെയോ കാണാൻ കൊണ്ട് ചാനൽ അടിച്ചു പോയി എന്നൊക്കെ ഞാൻ കാണുമായിരുന്നു. സോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ നിങ്ങൾ ഹോപ്പ് കളയണ്ട. നിങ്ങളുടെ ചാനൽ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോപ്പ് കളയണ്ട, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ. അപ്പൊ എനിക്കിപ്പോ മനസ്സിലായത് ഇതിന്ന്, ഞാൻ രണ്ടാമത്തെ ചാനൽ എന്റെ പോയി. അപ്പൊ രണ്ടാമത്തെ ചാനലിൽ പോയപ്പോൾ വിത്തൗട്ട് എ റീസൺ ആണ് അത് പോയത്. അതായത് ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തു, പോയപ്പോ ഞാൻ റീസൺ കൊടുത്തത് എന്റെ മിസ്റ്റേക്ക് അല്ല, നിങ്ങളുടെ എന്തോ എററാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 1 സെന്റൻസിന് ഞാനത് ഒതുക്കി അപ്പീൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2 to 3 days അവർ വെയിറ്റ് ചെയ്യേണ്ട അടുത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു. എനിക്ക് ചാനൽ കിട്ടിയെന്ന് തോന്നാൻ കാരണം ഈ 3-4 ദിവസത്തിൽ അവരെന്റെ ചാനൽ, 3 ദിവസത്തിൽ എന്റെ സെക്കൻഡ് ചാനൽ റിവ്യൂ ചെയ്തു. അപ്പൊ കൂടെ മറ്റു ചാനലും കിടക്കുന്നത് കണ്ടു. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ അനലൈസ് കിടക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ കൂടെ ആ ചാനൽ കണ്ടു. അപ്പൊ അതും അവര് കൂട്ടത്തില് അവര് ആലോചിച്ചാൽ നോക്കി, സെക്കൻഡ് ചാനലിൽ പോയതിന് റീസൺ ഇല്ല. അപ്പൊ മേ ബി ഫസ്റ്റ് ചാനലും ഈ കുട്ടിയുടെ തെറ്റല്ലാത്തതുകൊണ്ട് പോയതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരെനിക്ക് ചാനൽ തിരിച്ചു തന്നത്, എനിക്കറിയില്ല. കാരണം നമ്മൾ സിവിയർ ക്രൈം ഒന്നും ഇവിടെ ചെയ്യുന്നില്ല, ഭയങ്കര മോശമായിട്ടുള്ള കോണ്ടന്റ് അങ്ങനെ ഒന്നും അല്ല. നമുക്കൊരു അബദ്ധം പറ്റി, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്നുള്ള സാധനം നമുക്ക് അവിടെ പറ്റി. പക്ഷെ അത് എന്താ പറയാ, അത് ഒരു വാർണിങ്ങോ അങ്ങനെ ഒന്നും തന്നില്ല അവര്. പെട്ടെന്ന് തന്നെ ചാനൽ എടുത്ത് കളയ ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ
2 IP അഡ്രസ്സ് നിങ്ങളൊരു എന്താ ഒരു ചാനൽ വെക്കായിരിക്കും നിങ്ങളുടെ ഒരു കരിയറിന് നല്ലത്. ഇങ്ങനെ യൂട്യൂബ് മെയിൻ ആയിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ 2 ചാനൽസ് കൊണ്ടുവച്ചു. കാരണം ഒരെണ്ണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിഷമം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചാനൽ എടുത്ത് ചെയ്തോ. എസ്പെഷ്യലി മോണിറ്റൈസ് ആയവരുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്കും വിഷമം ഉണ്ടാവും. കാരണം ബഡ്ഡിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അല്ല എന്തായാലും നല്ല ഹോപ്പ് കൂടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല സങ്കടം വരും. സോ അത് എന്താ പറയാ ആ വിഷമം ഇല്ലാണ്ടിരിക്കാൻ രണ്ടാമത്തെ ഒരു ചാനൽ ബാക്കപ്പ് ആയിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചോ. അതും ഫ്രം ഡിഫറെന്റ് ആപ്പ് ആയിട്ട് വേറെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക, വേറെ ഫോൺ നമ്പർ എല്ലാം ഡിഫറെന്റ് ആക്കിക്കോ. സോ അത്രയുള്ള ഗൈസ്, ചാനലിൽ കിട്ടാത്തവര് വിഷമിക്കണ്ട. ലൈക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പക്ഷെ ഇപ്പോഴും ഞാൻ ഹാപ്പി അല്ലാത്തതിന്റെ റീസൺ ഇനിയും ഈ ചാനൽ അടിച്ചു പോകും എനിക്കറിയില്ല. നമ്മുടെ കയ്യിലല്ല. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ യൂട്യൂബ് മെയിൻ ലൈക്ക് എന്താ പറയാ ഭയങ്കര മെയിൻ ലൈഫിന്റെ മെയിൻ പാർട്ടായിട്ട് കൊണ്ടുനടക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മെയിൻ കരിയർ ആയിട്ട് ഇതെല്ലാം ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ ടേംസും ഗൈഡ് ലൈൻസും എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചും കണ്ടറിഞ്ഞൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നല്ല വിഷമം വരും. കാരണം മോണിറ്റൈസേഷനും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കിട്ടുന്നവരാണെങ്കിൽ ഡിമോണിറ്റൈസേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താ ചാനൽ ബാൻ ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 1 ഇയറിൽ തിരിച്ച് കിട്ടാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ ചാനൽ തിരിച്ച് കിട്ടി. സോ അറിയില്ല ഇനി എപ്പോഴും പൂട്ടി പോവോ, ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നും എനിക്കറിയില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. അപ്പൊ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതാണ്. സോ 6 months കഴിഞ്ഞിട്ടാണ് എനിക്ക് ചാനൽ തിരിച്ചിട്ടത്. അപ്പോൾ കുറച്ചുകൂടി കോണ്ടന്റ് ഇട്ടിട്ട് ആക്റ്റീവ് ആവാനാണ് എൻ്റെ ആഗ്രഹം. ചാനൽ അടിച്ചു പോയ കോണ്ടന്റ് വീണ്ടും സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രൈറ്റീരിയാസ് അറിയുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. അതായത് ഇന്ന കാരണം കൊണ്ട് നിങ്ങളുടെ ചാനലിൽ പോയി, അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട കാണുന്നവർക്കും കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. വേറെ ഒന്നുമില്ല ഗൈസ്, വേറെ വീഡിയോ ആയിട്ട് വേറെ സമയം.